ഗൈസ്, നമുക്കിന്നൊരു ബട്ടർ പുഡിംഗ് ഉണ്ടാക്കിയാലോ? അമ്മയുടെ ഫ്രണ്ട് ബീനാഞ്ചിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബട്ടർ പുഡിംഗ് ട്രൈ ചെയ്യുന്നത്. അത് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പുഡിങ്ങിന് വേണ്ടി ഒരു 4 സ്ലൈസ് ബ്രെഡ്, ബട്ടർ, മിൽക്ക്, ഇത് ചൈന ഗ്രാസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. ഇത് കസ്റ്റാർഡ് പൗഡർ കുറച്ച് മിൽക്കിൽ മിക്സ് ചെയ്തതാണ്. വാനില എസൻസ് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കുമാണ്. ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പാല് ചൂടാക്കാൻ വെച്ചു, അതിൻ്റോടൊപ്പം തന്നെ ബട്ടർ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബട്ടറും ഈ ചൈന ഗ്രാസും മെൽറ്റ് ആവുന്ന വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് മെൽറ്റാവും, കാരണം ചൂടിലാണല്ലോ ഇരിക്കുന്നത്. ബട്ടറും ചൈന ഗ്രാസൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം കുറവാണെന്ന് തോന്നിയ ഒരു 4 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ, ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ നന്നായി ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 to 5 സ്ലൈസ് ഓഫ് ബ്രെഡ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് ആ ബ്രെഡ് പീസസൊക്കെ ഇങ്ങനെ മിൽക്കിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് പുഡിങ്സ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു ഇതെങ്ങനെ ആവും എന്നറിയാനായിട്ട്. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്ക് ഈ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ പുഡിംഗ് സെറ്റായിട്ടില്ല. ഇതൊരു 4 to 5 hours ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. ഇത് മാരിഗോൾഡ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണ് നമ്മുടെ പുഡിങ്ങിന് മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ ബട്ടർ പുഡിംഗ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാരിഗോൾഡ് ബിസ്ക്കറ്റ് പൗഡർ ഇല്ലേ, അതിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് പൗഡറൊക്കെ വെച്ച് ബട്ടർ പുഡിങ്ങിനെ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒന്ന് കൊടുത്തു നോക്കാം. കൊള്ളാവോ? സൂപ്പർ. ശരിക്കും നല്ലതാ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, കൊള്ളാം. അപ്പോൾ ഇത് സക്സസ് ആയി ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.